എല്ലാവർക്കും ടെക് ലൈമത്തിലെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഐക്യു നിയോ 10R കുറിച്ചാണ്. ഒരു പുതിയ സ്മാർട്ട് ഫോണാണ്. നമുക്ക് ഫെബ്രുവരി ആ ടൈമിലായിരിക്കും നമുക്ക് ഇന്ത്യയിൽ ലോഞ്ച് ആകാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായില്ല. വേറെ ഒന്നുമല്ല, ജോലിയുടെ ഒരു കാര്യങ്ങളെ കൊണ്ടാണ്. നമുക്ക് ഇതുപോലെ അങ്ങനെ ഇച്ചിരി ഇൻ്റർവൽസ് ഒക്കെ കാണും, കാരണം ജോലിയുടെ ഒരു ഭാഗമായിട്ടൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ വൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഐക്യു 13 ഓൾമോസ്റ്റ് സെയിം ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. 8 mm ആണ് തിക്നെസ് വരുന്നത്. 199 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. പ്ലാസ്റ്റിക് ബാക്ക്, പ്ലാസ്റ്റിക് ഫ്രെയിമാണ് വരുന്നത്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും വരുന്നുണ്ട്. പിന്നെ IP64 റേറ്റിംഗ് വരുന്നുണ്ട്. ഈ സ്മാർട്ട് ഫോൺ ഡയറക്റ്റ്ലി കമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പോക്കോ X7 Pro ആയിട്ടായിരിക്കും. അതിൻ്റെ സെയിം പ്രൈസ് റേഞ്ച്, ഓൾമോസ്റ്റ് സെയിം പ്രൈസ് റേഞ്ച് കാര്യങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. ഡിസൈൻ വൈസ് അത്യാവശ്യം കാണാനൊക്കെ അത്യാവശ്യം നല്ല തന്നെയാണ് വരുന്നത്. പിന്നെ ബിൽഡ് ക്വാളിറ്റി വെച്ച് നോക്കുവാണെങ്കിൽ ടിപ്പിക്കൽ ആ ഒരു അപ്പർ മിഡ് റേഞ്ച് ഫോണിൻ്റെ ഒരു ടിപ്പിക്കൽ ബിൽഡ് ക്വാളിറ്റിയൊക്കെയാണ്. ഫുൾ പ്ലാസ്റ്റിക് ബിൽഡും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരാൻ പോകുന്നത്. ഒരു മോസ്റ്റ്ലി ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് സ്മാർട്ട് ഫോണാണിത്. ഡിസ്പ്ലേ നമ്മൾ നോക്കുവാണെങ്കിൽ 6.78 ഇഞ്ചിൻ്റെ ഒരു 1.5K 10-bit 144 Hz AMOLED പാനലാണ് വരുന്നത്. 4500 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ്. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് 3840 Hz PWM ഡിമ്മിങ്ങും വരുന്നുണ്ട്. ഷോർട്ട് സെൻസേഷൻ ആൽഫ ക്ലാസ് ആണ് പ്രൊട്ടക്ഷൻ വരുന്നത്. ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ടിപ്പിക്കലി പ്രൈസ് റേഞ്ച് വരുന്ന എല്ലാ സ്മാർട്ട് ഫോൺ പോലെയൊക്കെ തന്നെ ഹെഡ്ഫോൺ ജാക്ക് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഡുവൽ സീരീസ് സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഹൈ റെസൊല്യൂഷൻ ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ലാർജർ ഡിസ്പ്ലേ ആണ്, ഹൈ ക്വാളിറ്റി ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ മെയിൻ കാര്യത്തിലേക്ക് പോവാണ്, പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്കാണ്. ഇവിടെ നമുക്ക് പവർ ചെയ്യുന്നത് സ്നാപ്ഡ്രാഗൺ 8S Gen 3 ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് പോക്കോ X7 Proയിൽ MediaTek വേണ്ടാന്നുള്ളവർക്ക് പറ്റിയ സ്മാർട്ട് ഫോൺ തന്നെയാണ്. കാരണം നമുക്കിവിടെ സ്നാപ്ഡ്രാഗൺ 8S Gen 3 ആണ് വരുന്നത്. സ്പെക്കോടെ കൊടുത്തിട്ടുണ്ട്. Adreno 735 ആണ് GPU വരുന്നത്. LPDDR5X RAM, UFS 4.0 സ്റ്റോറേജ് ആണ് വരുന്നത്. നമുക്ക് മെമ്മറി കാർഡോ കാര്യങ്ങളൊന്നും പറ്റില്ല. നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. പ്യുവർ സ്പെക്ക് വൈസ് നോക്കുവാണെങ്കിൽ CPU സിംഗിൾ കോർ സ്കോറിൽ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് 8S Gen 3, മൾട്ടിയിൽ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ Dimensity 8400. GPUയുടെ കാര്യത്തിൽ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് Dimensity 8400 ആണ് വരുന്നത്. ഇതാണ് ചെറിയ ഡിഫറൻസും കാര്യങ്ങളൊക്കെ. ആൻഡ്രോയിഡ് സ്കോർ നമ്മൾ നോക്കുവാണെങ്കിൽ ടോട്ടൽ 15,49,691 CPU 4,39,143, GPU 5,51,041. നിങ്ങളിപ്പോൾ ഒരു എമുലേഷനൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഗെയിം ക്യൂബ് അല്ലെങ്കിൽ PS2 എമുലേഷനൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയ സ്മാർട്ട് ഫോൺ തന്നെയാണ് നമുക്കൊരു പ്രൈസ് റേഞ്ചിൽ 30K. കാരണം എന്ന് പറഞ്ഞാൽ എമുലേറ്റേഴ്സ് ഒക്കെ സ്നാപ്ഡ്രാഗണിലാണ് കൂടുതൽ ഒപ്റ്റിമൈസ് ചെയ്തേക്കുന്നത്. ക്യാമറ നമ്മൾ നോക്കുവാണെങ്കിൽ ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. പുറകിൽ 50 MP f1.8 ആപ്സിൽ വരുന്ന സോണി ലിറ്റിയ 600 ആണ് വരുന്നത്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K 60fps ആയിരിക്കും മാക്സിമം വരുന്നത്. സെക്കൻഡറി 8 MP അൾട്രാ വൈഡ് 1080p 30fps. സെൽഫി 16 MP ആണ് വരുന്നത്. 1080p 30fps. ഒന്നും വലുതായിട്ട് പറയാനൊന്നുമില്ല. ഒരു ആവറേജ് ക്യാമറ സെറ്റൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. കൂടുതൽ പെർഫോമൻസ് ഓറിയന്റഡ് സ്മാർട്ട് ഫോൺ തന്നെയാണ്. പിന്നെ ഐക്യുവിൻ്റെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി ബെറ്റർ പെർഫോമൻസ് കിട്ടും, അല്ലെങ്കിൽ ഇച്ചിരി ബെറ്റർ ക്യാമറ പെർഫോമൻസ് കിട്ടും ഇപ്പോൾ പോക്കോ ആയിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ. OS നമ്മൾ നോക്കുവാണെങ്കിൽ FunTouchOS 15 ആണ്. ആൻഡ്രോയിഡ് 15 ഔട്ട് ഓഫ് ദ ബോക്സ്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 4 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാറ്ററി നമുക്ക് 6400 mAh ബാറ്ററിയാണ് വരുന്നത്. 80 വാട്ടിൻ്റെ ചാർജർ ബോക്സിൽ കിട്ടുകയും ചെയ്യും. അത്യാവശ്യം നല്ല കപ്പാസിറ്റി നമുക്ക് വരുന്നുണ്ട്. നല്ല ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ കാര്യത്തിൽ അടിപൊളി തന്നെയാണ് വരുന്നത്. കണക്ടിവിറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ കൂടുതൽ സ്പെക്ക് ഒന്നും വന്നിട്ടില്ല. 5G ആണ്. ബ്ലൂടൂത്ത് 5.4. വൈഫൈ ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ Wi-Fi 7 അല്ലെങ്കിൽ 6E ഏതെങ്കിലും ആയിരിക്കും വരാൻ പോകുന്നത്. IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. USB Type-C 2.0. ഇതാണ് കണക്ടിവിറ്റിയിൽ വരുന്നത്. പ്രൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ 8GB 256, 12GB 256. പ്രൈസ് റേഞ്ച് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ പോക്കോ X7 Proയുടെ ഓൾമോസ്റ്റ് സെയിം പ്രൈസ് റേഞ്ച് ആയിരിക്കും വരാൻ പോകുന്നത്. ഒരു 28K to 28,000 തൊട്ട് ഒരു 30,000, 31,000 ആ റേഞ്ച് ആയിരിക്കും മാക്സിമം വരുന്നത്. ആ പ്രൈസ് റേഞ്ചിൽ ഞാൻ പറയുവാണെങ്കിൽ പോക്കോ X7 Pro ആയിട്ടേക്ക് ഡയറക്റ്റ്ലി കമ്പീറ്റ് ചെയ്യുന്ന സ്മാർട്ട് ഫോൺ തന്നെയാണ് ശരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് പോക്കോ ഫോൺ വേണ്ട, അല്ലെങ്കിൽ MediaTekൻ്റെ ഫോൺ ചിപ്സെറ്റ് ഉള്ള ഫോൺ വേണ്ട എന്നുള്ളവർക്ക് പറ്റിയ ഫോൺ തന്നെയാണ് ഐക്യു നിയോ 10R എന്ന് പറഞ്ഞാൽ. അതിന് കുറ്റം പറയാനൊന്നുമില്ല, കാരണം ഒരു പെർഫോമൻസ് ഓറിയന്റഡ് സ്മാർട്ട് ഫോൺ തന്നെയാണ്. ക്യാമറ ഓറിയന്റഡ് സ്മാർട്ട് ഫോൺ ഒന്നും അല്ല. പ്യുവർ ഗെയിമിംഗ് ഫോൺ തന്നെയാണ്. ഒരു ബഡ്ജറ്റിൽ വരുന്ന ഒരു പ്യുവർ ഗെയിമിംഗ് ഫോൺ തന്നെയാണ്. ഇതാണ് ഈ സ്മാർട്ട് ഫോണിന്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ഫെബ്രുവരി ആ ടൈമിലാണ് ലോഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഈ സ്മാർട്ട് ഫോൺ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ സ്പെക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ താഴെ നിന്ന് കമന്റ് ചെയ്യുക. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ. നെക്സ്റ്റ് വീഡിയോ കാണാം.